നിഹാമോ ഗായ്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ചേരുവകളിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ. തുടങ്ങാം. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ്റെയാണ് കാണിക്കുന്നത്. അതിനായി നമുക്ക് 2 മീഡിയം സൈസ് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പുതിനയില, മല്ലിയില, ഇതിനായി ആവശ്യമുള്ള സ്പൈസസ്, ലിറ്റിൽ ടർമറിക് പൗഡർ, പിന്നെ ഇത്രയും കേട്. ഇതൊരു 2-3 സ്പൂൺ ഉണ്ടാവും. ഒരു മീഡിയം സ്പൂണ് ഒരു 3 സ്പൂൺ കേട് ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇത്രയും കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി ഇതെല്ലാം കൂടി ഞാനൊന്ന് ഫൈനായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ അത് ഞാൻ ഫൈനായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ടർമറിക് പൗഡറും സവാളയും ഇട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം ഇട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവന്നേക്കണേ. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 സ്പൂൺ നെയ്യും ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നെയ്യ് വേണ്ടവർക്ക് ഇടാം, ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി നല്ല ഒരുവിധം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഈ സവാള ഫ്രൈ ചെയ്തെടുക്കാം. സവാളയൊക്കെ അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് ഇതിൽ നമ്മൾ എടുത്തു വെച്ച ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ്സ് ഒന്നും കൂടി സോട്ട് ചെയ്യണം. ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ച ജിഞ്ചർ ഗാർലിക്, മല്ലിയില, പുതിന പേസ്റ്റ് ഇതിനകത്തിട്ടിടുക. ഇപ്പോൾ അതേ പച്ചമണമൊക്കെ മാറി ആ മസാലയുടെ കുത്തൊക്കെ പോയി നല്ല ഇതായിട്ട് ഞാൻ ആ ഇട്ട ഓയിലും ഗീയും അല്ലാണ്ട് പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ. ഇതിൽ തന്നെ ഇങ്ങനെ ഒരു പാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓയിൽ ഉപയോഗിക്കേണ്ട. ഞാൻ എൻ്റെ ഒരു ഫുഡിനും ഒരുപാട് ഓയിൽ ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ട് ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 10-15 മിനിറ്റായി. ഇനി ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ ദേ നമ്മുടെ ചിക്കൻ റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് ആ സമയം കൊണ്ട് റൈസ് ഉണ്ടാക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഒരു പാൻ വെച്ച് 1-1.5 സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഇത്രയും സ്പൈസസ് എടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് കരയാമ്പുണ്ട്, ബേ ലീവ്സ്, സിനമൺ, പിന്നെ ഏലക്ക. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ 250 ml 2 കപ്പ് അരിയാണ് എടുത്തത്. അതിന് ഞാൻ 4 കപ്പ് വെള്ളം ഒരു മീഡിയം ചൂടിൽ എടുത്തിട്ട് അതാണ് ഇതിൽ ഒഴിച്ചേക്കണത്. ഇനിയിപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് വേവിന് വരും. അത് കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ച് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇത് നമ്മ നേരത്തെ തന്നെ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചോറില്ലേ, അതിനകത്തോട്ട് ഈ ചിക്കനെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പകുതി വെന്ത ചോറിലോട്ട് ഈ ചിക്കൻ മിക്സ് ചെയ്തിട്ട് ബാക്കി ഒരു 10 മിനിറ്റ് കൂടി നമ്മൾ വെച്ചാൽ നമ്മുടെ ബിരിയാണി റെഡി. ഞാൻ ആ പകുതി വേവിച്ച ചോറ് ഈ വെന്ത ചിക്കനിലോട്ട് ഇട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി റെഡി. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ടോ കിസ്മസോ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ വളരെ ഇൻഗ്രീഡിയൻസ് കുറവുള്ള ഒരു ഈസി ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിച്ചത്. ഇനി അടുത്ത എൻ്റെ വീഡിയോയിൽ ഇതിന് ഞാനൊരു സാലഡ് ഉണ്ടാക്കും. അതും വളരെ ഇൻഗ്രീഡിയൻസ് കുറഞ്ഞ് എന്നാൽ നല്ല ടേസ്റ്റിയ ഒരു സാലഡ്. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഗൈസ്, എൻ്റെ വീഡിയോയിൽ കുറവുകളൊക്കെ ഉണ്ട്. കാരണം കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ വീഡിയോ കാണാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഞാൻ ഒരുപാട് വീഡിയോസ് ഇടാം. നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിലേ എനിക്കിത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സാജിയാൻ.